ഗോൾഫി ഇല്ലേ? ബേബിച്ചേട്ടൻ സോളോടി കാര്യം ചോദിക്കണ്ട. ചോദിച്ചാൽ കാർക്കിച്ച് തുപ്പുകയാണ് ഈ മോത്ത്. മനസ്സിന് പുഷ്പം വെച്ച് എത്ര ദൈവങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് യാതൊരു കാര്യം ബേബിച്ചേട്ടൻ. മഹാന്മാരുടെ ഇത്രയും തോറും മനസ്സിലേക്ക് ഗിരണത്തിന് സത്യമല്ലേ? അതെന്നെ ബെനറ്റ് മോളോട് ടോഗർമാന്റെ കുണ്ടിയിൽ പടക്കം വെച്ച് പൊടിച്ച് നിസ്സാര കേസാണ് മനുഷ്യട്ട. അതുകൊണ്ടെന്താ ഞാൻ ഇപ്പൊ ഫോട്ടോഷോപ്പ് ഒക്കെ വിളിച്ചു. എന്നെ ചിരിച്ച് ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. താങ്ക് യു. നഷ്ടമാവാൻ പോകുന്നത് ഒരു വർമ്മശബളമായിട്ടുള്ള ജീവിതമാണ്. വലിയ വീടും ഒരുപാട് കാറും സ്റ്റാറും അവാർഡ് നൈറ്റൊക്കെ ഉള്ളത് ഗംഭീരമായിട്ടുള്ള ജീവിതമാണ്. ഒന്നുകൂടെ ആലോചിച്ചിട്ടു. എന്നാരും പറഞ്ഞു ഭർത്താവിന്റെ സന്തോഷത്തിൽ ജീവനുണ്ടോ? ഭാര്യമാരെപ്പോഴും ഹാപ്പി ആയിരിക്കും. എന്നാലും പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പറ്റത്തില്ല. നമുക്ക് അവരോട് പറ്റത്തില്ല. അത്ര അതിനിപ്പോൾ എന്താണ്? അപ്പോൾ നമുക്കൊരു വെറൈറ്റി പോലും കുടിച്ചേക്കാണ് ഒലിവർ ട്വിസ്റ്റ്. പണ്ട് എനിക്കൊരു കട ഉണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. പൂട്ടിക്കെട്ടിപ്പോയി. ഇപ്പം ഞാൻ വീടിൻ്റെ മുകളിൽ ടെറസിൽ പച്ചക്കറി കൃഷി നടത്തുന്നു, വെറുതെ ഇരിക്കുന്നു. ഇതിപ്പോൾ എന്താണപ്പാ? ഇതെന്താണ്? ഇപ്പോൾ ഒരു പേജിൻ്റെ പകുതി പോലും എഴുതാനില്ലല്ലോ. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വരുമ്പോ പിന്നീട് ഡ്രഗ്സിന്റെ കാര്യം, ഡ്രഗ്സ് എപ്പോഴാണ് എത്ര കാര്യം വിളിച്ചിട്ട് ഈ 30 വയസ്സുകൾ ചെറുപ്പക്കാരുണ്ടായ അതിന്റെ ആദ്യ കാലം എന്നുള്ള സാധനങ്ങള് ആണോ അവിടെ? നിങ്ങളൊക്കെ എന്താ സിനിമാക്കാരാണോ നിങ്ങൾക്ക്? ആണോ? പിന്നെ ചേട്ടാ ഉറച്ച് കിട്ടുവാറുണ്ട്. 2-3 ദിവസം അത്ര നോർമലല്ല. ആ വീട് അതാണ് വീട്. നമ്മുടെ നാടുകൾ മരിച്ച വീട്. ഭക്ഷണം ശരിക്കാണ്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇടയ്ക്കില്ല പുറപ്പെടുന്ന സ്ഥലത്ത് കഴിക്കാൻ പോയിരുന്നു. എൻ്റെ ഒരു നിങ്ങൾ ആകിയതും പെമ്പിള്ളേരെ ബ്ലൗസിനുള്ളിലൊക്കെ ആയിട്ടുള്ള ഇടപാടുന്നില്ല. അത് വേണ്ട. അത് ഞങ്ങൾ ഈ അംഗൻവാടിക്കൊക്കെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇന്നേ ഒരു പോലീസ് കേസ് ഉണ്ടാ ഇല്ല. ഞാനെന്താണ് ഇതിനെ പറ്റി വിചാരിച്ചത്? അങ്ങനെ കൊണ്ടുവരാൻ ആരെയും കൊണ്ടുവരുന്ന കേസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ. അപ്പൊ അത്രയുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി. ലൈഫ് ഒരു സിറ്റുവേഷൻ വന്ന് എങ്ങനെയാണ് ഇരിക്കുന്നത്? വെറുതെ പേടിച്ച് കഥ പറയാനുള്ള ആരും ആദ്യം ഒരു മുഖത്ത് നോക്കി ഓപ്പൺ ആയിട്ട് വരണം. ഹാപ്പിയില്ലേ? എന്നായിട്ടു ഇതെന്താണ്? ഇത് കഥകളിയാ. എന്റെ ഒപ്പന്റെ ഫോട്ടോ ഒക്കെ എത്തിക്കണ ഷോ കാക്കയ്ക്ക് നിർമ്മിച്ച് കൊടുക്കും ചേർന്ന ആറുകളെ വിഷമാവുമല്ലോ. ചിലരൊക്കെ തമാശക്കും കാര്യത്തിനും കേട്ട് പലതിലേക്ക് ഇനി ചെന്ന് പറയുമ്പോൾ എനിക്കുള്ളൂ, എനിക്ക് എല്ലാവർക്കും ഉള്ളൂ. ഏതെങ്കിലും പാവപ്പെട്ടവരുടെ വഴി കഴിവുകൊള്ളാൻ നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞാൽ കഴിവുകൊള്ളാൻ വഴി ജനിച്ചിട്ടുണ്ടല്ലോ എന്നതാ കേസ്. കൊടുക്കില്ലാത്ത ദൈവമാണ് സാർ. അത് കൊടുത്ത വിജയിക്കുള്ള വിശ്വാസം. ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ അബു കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴുക്കുന്നതിന്റെ കൈയെടുത്തപ്പോൾ കാട്ടച്ചോരയാണ് മുത്തെറിച്ചത്. അത്രയ്ക്കും നല്ലൊരു ഷൈയുടെ ഒരു പേരാണ്. ും അവന് പായസിപ്പോൾ ചോദിച്ചാൽ സാത്താന് അവൻ്റെ അമ്മയുടെ ഒരു ഗജരാജമുത്ത് ഇറങ്ങി പൊക്കണം. സാത്താന്റെ ഹൈഡൻ ചെയ്ത് ഇല്ലെങ്കിൽ വണ്ടി ഞാൻ കത്തിക്കും. അത് ഇതുകൊണ്ട് ഞങ്ങളെ കപ്പില്ലേ അത് തിരിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ചത്തുപോയ നിന്റെ ചേട്ടൻ ജഗത്താല്ലാത്തരല്ല.
അവന്റെ ഒപ്പം ലൂസിഫർ മാത്രം വന്നാലും അപ്പം കപ്പം കൊണ്ട് ചേച്ചി സ്കൂൾ മുതലുള്ള ഒരു ശീലം അതിനിപ്പോ അവൻ എത്ര വലിയ അവൻ എന്തൊക്കെയോ ടെൻഷൻ എന്നെ 100 തവണ ടെൻഷൻ ഒരു ഡിഗ്രി ഞാൻ തിരിച്ചടിക്കും അവര് പറ്റിയിട്ടും സ്റ്റാലിൻ ജോൺ സദാശിവമുള്ള തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ പോകും. മുണ്ടെടുക്കാൻ അറിയാത്ത മലയാളത്തിൽ സംസാരിക്കാൻ അറിയാത്ത PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നിൽക്കുമെന്ന് തോന്നുന്നു. എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നു നല്ല 2 തെറി പറയാനും അറിയാം. നിനക്ക് കൊണ്ട് നിന്നോണം ഞാൻ ചതുരകൊന്നു നീയാണ് ഇവിടുന്ന് ഞാനിറങ്ങുമ്പോൾ കൂടെ വരണം. സാറിനോട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പള്ളിക്ക് മുന്നിൽ നിന്നാണ് കള്ളം പറഞ്ഞത് കണ്ണ് താഴും. കൊന്നത് ഞാൻ തന്നെ. ഈ റമദാ പള്ളിക്കാരനെ സാറോനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങ് കൊണ്ടുപോകും. ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ എടുത്തപ്പോൾ തന്നെ ബ്ലാക്ക് മെയിൽ ആണ്. അത് നീയൊക്കെ കാരണം നിന്നെ കൊല്ലും അവനെയും കൊല്ലും. കൂടാതെ വെട്ടണം, തുടിക്ക വെട്ടണം. എത്ര തുണ്ട വെട്ട മുടിയോ അത്രയും തുണ്ട വെട്ടണം. മനസ്സിലായോ? അരപൂന പാട്ട പോടാ. ഇതെന്റെ മണ്ണാണ്. ഇവിടെ ഞാൻ കിടക്കും, വേണ്ടി വന്നാൽ കിടക്കും, അതിൽ തുടുക്കും. ആരോടാ ചോദിക്കാൻ? എടാ, സൗജന്യം കൊടുത്തും മതിൽ കെട്ടി നീ ഉണ്ടാക്കുന്ന അധികാരമുണ്ടല്ലോ, അതും കൊണ്ട് എന്റെ മണ്ണിൽ കയറിയ പാലിക്കൊണ്ട് ഞാൻ കുഴിച്ചുകൂടും. എന്നിട്ട് ഈ കണ്ണിൽ നിന്ന് എഴുതി പോകും. നമ്മളൊക്കെ എന്താണ് അടിമകളാണോ നിന്റെയൊക്കെ സൗജന്യം ഉണ്ടാക്കാൻ? ഇത് ഗാന്ധിഗ്രാമമാണ്, ഇത് തൊട്ട് ഇവിടെ ഞാൻ പറയുന്ന പരിപാടി ഞാൻ പറയുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം യജമാനെ കണ്ട നായപ്പെടുന്നത് ആദ്യം ഒന്ന് കൊല്ലിക്കും, പിന്നീട് വാലാട്ടിക്കൊണ്ട് ഓടിക്കും, പിന്നീട് കാലിക്കൽ വന്നു. അപ്പൊ മാളികപ്പുറത്തിന് ശബരിമലയിൽ വേണം അയ്യപ്പനെ കാണും. വഴിയുണ്ടാകാം മാളികപ്പുറം അയ്യപ്പനെ കണ്ടിരിക്കും. സ്വാമി ആരാണെന്ന് എനിക്കറിയില്ല, ഞാനാരാണെന്ന് സ്വാമിക്ക് അറിയില്ല. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യനുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് ഈ നാടിന്റെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവനെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്രയൊക്കെ നിശബ്ദരാക്കിയാലും ഏത് തുറങ്ങി നടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. വെനുനെ കൂപ്പിട്ട റൂൾസ് ആ റൂൾസ് സാർ ഇരുപത് സാർ യെസ് സാർ ഓക്കെ സാർ യെസ് സാർ. சிங்கம் வேட்டையாடும் போது காடும் செழிப்பா இருக்கும். அப்ப அது பசுவோடு இருக்கும்போது காடும் பட்னி கிடக்கும். என்ன தெரியுமா? ஆரம்பிக்கலாங்களா? மாதிரி என்னது வேதனா பயம் അതാണ് ನಾನು കേൾച്ച അവനൊക്കെ ഞാൻ പോലീസുകാരൻ വെക്കാതിര വേറെ വേറെ വേട്ടൈകാരനാ വേണ. ചാരമാണെന്ന് കരുതി വെറുതെ ചെറിയാൻ നിൽക്കണ്ട. കണ്ണട കെട്ടിട്ടില്ലെങ്കിൽ ഉള്ളു. പിന്നെ അനിയൻ ബോംബെക്കാരൻ ജാവോ ജാവോ
ാവുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. இங்க நான் தான் கிங்க. நான் வச்சுள்ள ரூல்ஸ், அது ரூல்ஸ் அண்ட் ரெகுலேஷன் கஷ்டத்துக்கு அப்போ போய் மாட்டிகிட்டே இருப்பேன். அதில் கொஞ்சம் ஃபாலோ பண்ணிகிட்டே இருக்கணும். அதோடு ஏதாவது கவனிச்சு பண்ணணும்னு நினைச்ச உன்னை கண்டு தொட்டுமா வெட்டி பீஸ் பீஸாக அழிச்சு போட்டுருவேன். ஹுக்கும் டைகர் கா ஹுக்கும்.